ഹരേ കൃഷ്ണ. മാതാജി എത്തി. നമ്മള് രാമായണത്തിന്റെ തത്വത്തിൽ 4-ാമത്തെ ദിവസം 2-ാം ഭാഗമാണ്. ഇന്ന് നമ്മള് ബാലകാന്ഡം കഴിയും അല്ലേ? ഇരാജി അന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയ ശ്ലോകത്തിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതിന് അതേ ചോദ്യം മീരാജി കഴിഞ്ഞ ആഴ്ച ചോദിച്ച ഒരേ ചോദ്യം വിശ്വാമിത്ര മഹർഷിയോട് ദശരഥ മഹാരാജാവ് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയും പറയുന്നുണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ ഇല്ലേ? പോയ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയി. അപ്പൊ ഇവിടെ പറയുന്നു ഭാർഗവ ഗർവ ഭംഗം. ഭാർഗവ രാമനുമായിട്ട് കണ്ടുമുട്ടുന്ന രംഗം എന്നല്ല വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭാർഗവരാമന്റെ പരശുരാമന്റെ അഹങ്കാരത്തിന്റെ ശമനം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്ന ആ ശ്ലോകം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൽ മന്നവാ കുറഞ്ഞൊരു ഭീതിയും ഉണ്ടാകും ഇപ്പോൾ പിന്നീടം ഉണ്ടാമെന്നറിഞ്ഞാലും. അപ്പൊ വിശ്വാമിത്ര മഹർഷി പറയുന്നൊരു മറുപടിയാണ്, ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ, ഖേദവും ഉണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. അതിനുള്ള കാരണം നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം മംഗളകരമായി ആ വിവാഹമെല്ലാം അവസാനിച്ചു. ആഘോഷങ്ങള് പര്യവസാനിച്ചപ്പോൾ എല്ലാവരും വിശ്രമത്തിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. അടുത്ത സൂര്യോദയത്തില് വിശ്വാമിത്രൻ ഹിമാലയത്തിലേക്ക് യാത്രയായി. അന്ന് പകല് ദശരഥൻ ജനക മഹാരാജാവ് നൽകിയ അളവറ്റ സ്ത്രീധനവുമായി പുത്രന്മാരോടും പുത്രവധുക്കളോടും കൂടി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. പക്ഷെ യാത്രയിൽ അശുഭകരമായ ഒരു വസ്തുത ദശരഥന്റെ കണ്ണിൽപ്പെട്ടു. മാംസഭുക്കുകളായ പക്ഷികൾ കഠോര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ആ വാഹന വ്യൂഹത്തിന് മേലെ പറക്കുന്നു. അപ്പൊ ഏതൊരു അശുഭ സന്ദർഭങ്ങളിലും മാംസഭുക്കുകൾ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തൊരു നല്ല കാര്യത്തിലും വ്രതങ്ങൾ എടുക്കുന്നത്. തികച്ചും സസ്യബുക്കായിരിക്കണം, സസ്യം മാത്രമേ കഴിക്കത്തുള്ളൂ എന്നുള്ള ഒരു വ്രതം എടുക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അടുത്ത നിമിഷം തന്നെ ശുഭകരമായ ഒരു കാഴ്ചയും കാണുവാനിടയായി. ഒരു മാൻ ഇടതുവശത്ത് നിന്ന് വഴിയെ കുറുകെ വലതുവശത്തേക്ക് നടക്കുന്നു. ഭയാനിതനായ ദശരഥൻ വസിഷ്ഠ മുനിയോട് ആരാഞ്ഞപ്പോൾ, അവിടെ വസിഷ്ഠ മുനിയാണ് പറയുന്നത്, വസിഷ്ഠ മുനിയോട് ആരാഞ്ഞപ്പോൾ മുനി അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി. അശുഭകരമായ കാഴ്ച അപകടത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ശുഭകരമായ കാഴ്ച ഭയപ്പെടാൻ കാരണമില്ലെന്നാണ് സൂചിപ്പിക്കുന്നത് എന്ന് വ്യാഖ്യാനിച്ചു. മനസ്സിലായില്ലേ? അവിടെയാണ് പറഞ്ഞത് ഏതുമേ പേടിക്കേണ്ട എന്ന് പറഞ്ഞത്. അവർ ഇരുവരും ഇപ്രകാരം സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കവേ ഒരു ഭയങ്കരമായ കൊടുങ്കാറ്റ് വീശി അത് ഭൂമിയെ പ്രമംഗനങ്ങൾ കൊള്ളിക്കുകയും വൻ വൃക്ഷങ്ങൾ കടമുഴക്കി എറിയുകയും ചെയ്തു. എട്ടുദിക്കും നിറഞ്ഞ പൊടിപടലത്തിൽ ആ ആകമാനം ഇരുണ്ടുപോയി. ദശരഥൻ, 4 പുത്രന്മാർ, വസിഷ്ഠൻ, മറ്റു മഹർഷിമാർ എന്നിവരൊഴികെ സർവരും ഭയവിഹുലരും സംഭ്രാന്തരുമായി തീർന്നു. ഉടനെ അതിഭീകര രൂപം പൂണ്ട പരശുരാമൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ജടാധാരിയായ പരശുരാമൻ വലതു തോളിൽ മഴുവും ഇടത് കൈയിൽ വില്ലും വലത് കൈയിൽ ശക്തിയേറിയ ഒരു ബാണവും ധരിച്ചിരുന്നു. ഈ രൂപത്തിൽ പരശുരാമനെ കണ്ട ഋഷിമാർ അത്ഭുതപ്പെട്ടുപോയി. കാരണം ഇതിനോടകം 21 പ്രാവശ്യം ക്ഷത്രിയ വംശര് നിർമൂലം നശിപ്പിച്ചു കഴിഞ്ഞിരുന്ന പരശുരാമൻ തന്റെ കോപം വെടിഞ്ഞ് സന്യാസവൃത്തിയിൽ മനസ്സർപ്പിച്ച് കഴിഞ്ഞു വരികയായിരുന്നു. പരശുരാമൻ വീണ്ടും കോപാതനായതിന്റെ കാരണം മുനിമാർക്ക് അശേഷം മനസ്സിലായില്ല. അപ്പോഴേക്കും ജമദഗ്നിസുതൻ രാമനെ നോക്കി വെല്ലുവിളിച്ചു തുടങ്ങി. അതായത് പരശുരാമൻ വെല്ലുവിളിച്ചു തുടങ്ങി, ശിവന്റെ വില്ല് രണ്ടായി ഒടിച്ച നീ കേമൻ തന്നെ, സംശയമില്ല. പക്ഷേ എന്റെ കയ്യിൽ അതിനേക്കാൾ ശക്തിയുള്ള ഒരു വില്ലുണ്ട്. എന്റെ കയ്യിൽ അതിനേക്കാൾ ശക്തിയുള്ള ഒരു വില്ലുണ്ട്. മഹാവിഷ്ണുവിന്റെ ധീരനാണെന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ ഈ വില്ലിൽ ഞാൻ വലിച്ചു കെട്ട് അസ്ത്രം തുടുക്കാൻ നിനക്കാവുമെങ്കിൽ എനിക്ക് യുദ്ധം ചെയ്യാൻ തുല്യനായ ഒരു എതിരാളിയെ കിട്ടിയെന്ന് ഞാൻ കരുതാം. അത്രയും ഭയങ്കരമായ ഒരു വില്ലാണ് പരശുരാമന്റെ കയ്യിലിരിക്കുന്നത്.
ഈ വെല്ലുവിളി കേട്ടിട്ട് ദശരഥൻ പുത്രനെ നഷ്ടപ്പെടുമോ എന്നോർത്ത് ഭയചകിതനായി. വിറയാർന്ന സ്വരത്തിൽ അദ്ദേഹം പരശുരാമനോട് യാചിച്ചു, അരയോ മാമുനി ശ്രേഷ്ഠ, ഈ ഉഗ്രകോപത്തിൽ നിന്ന് വിമുക്തനാവുക. അങ്ങ് കശ്യപന് ഭൂമി ദാനം ചെയ്ത വേളയിൽ കൊടുത്ത വാഗ്ദാനം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി യുദ്ധം ചെയ്യുകയില്ല എന്ന വാഗ്ദാനം. കാര്യം 21 പ്രാവശ്യം ഭൂമിയാകെ കറങ്ങി ക്ഷത്രിയരെ മുഴുവൻ കൊന്നിട്ടാണ് വരുന്നത്. മഹാരാജാവിനെ അവഗണിച്ച് പരശുരാമൻ വീണ്ടും രാമനോട് പറഞ്ഞു, ത്രിപുരാസുര വധത്തിനായി പരമശിവൻ നൽകപ്പെട്ട വില്ലും മഹാവിഷ്ണുവിന്റെ ഈ വില്ലും നിർമ്മിച്ചത് വിശ്വകർമാവത്രേ. ഒരിക്കൽ ദേവകളുടെ നിർദ്ദേശമനുസരിച്ച് ബ്രഹ്മദേവൻ ശിവവിഷ്ണുമാരുടെ ഇടയിൽ ഒരു തീഷ്ണമായ അഭിപ്രായ ഭിന്നത സൃഷ്ടിച്ചു. തുടർന്നുണ്ടായ ഉഗ്രമായ ദ്വന്ദ്വയുദ്ധത്തിൽ ശിവന്റെ വില്ലിന്റെ ഞാൻ മുറിച്ച് വിഷ്ണു വിജയശ്രീലാളിതനായി. മനമടുത്ത് ശിവൻ തന്റെ വില്ല് ദേവവർദ്ധന് നൽകിയപ്പോൾ വിഷ്ണു ആകട്ടെ ഈ വില്ല് എന്റെ പിതാമഹനായ ഋഷിക മുനിക്ക് നൽകി. ഞാൻ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് വിരമിച്ച് കടുത്ത വ്രതങ്ങൾ അനുഷ്ഠിച്ചു കഴിയുമ്പോൾ നീ ശിവന്റെ വില്ലൊടിച്ച കഥ കേൾക്കുവാൻ ഇടയായത്. നീ സമർത്ഥനാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വില്ല് കയ്യിൽ വാങ്ങി എന്നോടൊപ്പം യുദ്ധം ചെയ്യാനുള്ള യോഗ്യത നിനക്കുണ്ടോ എന്ന് പരീക്ഷിക്കുക. മറുവാക്കായി ഒന്നും തന്നെ ഉരിയാടാതെ ആ വെല്ലുവിളി സ്വീകരിച്ച് രാമൻ പരശുരാമന്റെ പക്കൽ നിന്ന് വില്ലു മാത്രമല്ല അദ്ദേഹം അന്ന് വരെ ആർജിച്ച തപശക്തിയും കൂടി തട്ടിപ്പറിച്ചു. ആരോടാണ് കളിച്ചത് എന്ന് ഓർമ്മ വേണം. ജമദഗ്നി സുതൻ അതിശയിച്ചു നോക്കി നിൽക്കെ രാമൻ നിഷ്പ്രയാസം ഞാൻ വലിച്ചു കെട്ടിയും. ഹരേ കൃഷ്ണ. ഹലോ. അതിശയിച്ചു നോക്കി നിൽക്കെ രാമൻ നിഷ്പ്രയാസം ഞാൻ വലിച്ചു കെട്ടുകയും അമ്പ് തൊടുത്തു വിടാൻ പാകത്തിൽ വലിച്ചു നിർത്തുകയും ചെയ്തു. ഒരു മിനിറ്റ്. പ്രഭു മ്യൂട്ടാണല്ലോ, കേൾക്കുന്നില്ല. അങ്ങനെ ജമദഗ്നി സുതൻ, ജമദഗ്നിയുടെ മകൻ, ജമദഗ്നി മഹർഷിയുടെ മകൻ പരശുരാമൻ നോക്കി നിൽക്കുക. ആ വില്ല് വളരെ നിസാരമായിട്ട് വളച്ച് അമ്പെയ്യാൻ പാകത്തിന് വലിച്ചു കെട്ടി നിർത്തി. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, വളരെ എളിമയോടെ പറഞ്ഞു, അങ്ങൊരു ബ്രാഹ്മണനും വിശ്വാമിത്ര ബന്ധുവുമാകിയാൽ ഞാൻ അങ്ങയെ കൊല്ലുകയില്ല. എങ്കിലും കുലച്ചുപോയ അമ്പ് വ്യർത്ഥമാക്കാൻ എനിക്ക് സാധ്യമല്ല. ആയതിനാൽ താങ്കളുടെ വെല്ലുവിളിക്കുത്തമമായി ഞാൻ സ്വർഗപ്രാപ്തിക്കായി താങ്കൾ നാളിതുവരെ ആർജിച്ച തപശക്തിയെ ഈ അമ്പിനാൽ നശിപ്പിക്കുന്നു. നമ്മള് കാണിക്കുന്ന ദേഷ്യങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം എന്ന് ആണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ദേഷ്യം കൊണ്ട് നമ്മൾ ആർജിച്ചെടുത്ത തപശക്തി മുഴുവൻ പോകും. അവിടെയാണ് വിശ്വാമിത്ര മഹർഷിക്ക് പരാജയപ്പെട്ടത്. വിശ്വാമിത്ര മഹർഷി വീണ്ടും വീണ്ടും തപസ് ചെയ്യാനുള്ള കാരണം ഇതാണ്. അത് പിന്നീട് പറയാം. ഉർവശി വരികയും ഓരോ പ്രാവശ്യവും തപസ് മുടങ്ങുമ്പോഴത്തേക്ക് ദേഷ്യപ്പെടുമായിരുന്നു. അപ്പോഴത്തേക്കും തപശക്തി നഷ്ടപ്പെടും. വീണ്ടും 1000 വർഷങ്ങളോളം തപസ് ചെയ്യും. സർവ്വദേവന്മാരും മഹർഷിമാരും ആകാശത്താകമാനം വന്ന് നിരന്നിരുന്നു. പരശുരാമന്റെ പ്രഭാവമെല്ലാം അതിനോടകം നശിച്ചു കഴിഞ്ഞു. ആയതിനാൽ ആശ്ചര്യത്താൽ വിടർന്നു വികസിച്ച കണ്ണുകളോടെ രാമനെ ഉറ്റുനോക്കി നിൽക്കുവാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചിരുന്നുള്ളൂ. ഒട്ടേറെ നിമിഷങ്ങൾക്ക് ശേഷം വില്ല് കുലച്ച് നിർനിമേഷനായി നിന്നിരുന്ന രാമനെ നോക്കി അഹന്തയുടെ ലേശം പോലും കലരാത്ത സ്വരത്തിൽ അപ്പൊ പരശുരാമൻ അവിടെ എളിമനായി അവിടെ പറഞ്ഞു, ഭൂമി കശ്യപന് ദാനം ചെയ്തപ്പോൾ അദ്ദേഹം മേൽ ഇവിടെ താമസം വരുമെന്ന് എന്നോട് ആജ്ഞാപിച്ചിരുന്നു. അതിനാൽ രാത്രി അണയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മഹേന്ദ്രഗിരിയിൽ എത്തിച്ചേരണം. സ്വർഗലബ്ധിക്ക് വേണ്ടി ഞാൻ നേടിയ പുണ്യം അത്രയും എടുത്തു കളഞ്ഞ സ്ഥിതിക്ക് മഹേന്ദ്രഗിരിയിലേക്ക് മടങ്ങി വ്രതാനുഷ്ഠാനങ്ങളിൽ വീണ്ടും മുഴുകാൻ അങ്ങേക്ക് അനുവാദം തരിക. വീണ്ടും തപസ് ചെയ്തിട്ടാണ് പിന്നെ വീണ്ടും എല്ലാ ശക്തികളും ആർജിച്ചെടുക്കുന്നത്. അല്ലയോ രാമ, അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ മുന്നിൽ തോൽവി അടഞ്ഞതിൽ എനിക്ക് അല്പം പോലും ലജ്ജയില്ല. നിശബ്ദനായി പരശുരാമന്റെ അഭ്യർത്ഥന സ്വീകരിച്ച രാമൻ തന്റെ ഉഗ്രബാണത്തെ തൊടുത്തുവിട്ടു. പരശുരാമൻ ഉടൻ തന്നെ മഹേന്ദ്രഗിരിയിലേക്ക് പുറപ്പെട്ടു. നിമിഷങ്ങൾക്കകം ഇരുട്ട് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അത്യുത്സാഹത്തോടെ ദേവന്മാർ ആകാശത്തു നിന്ന് സ്തുതിഗീതങ്ങൾ ആലപിച്ച് രാമനെ വാഴ്ത്തി. ഒപ്പം പുഷ്പവൃഷ്ടിയും നടത്തി.
വിഷ്ണുവിന്റെ വില്ല് രാമൻ വരുണന് സമ്മാനിച്ചു. വാഹനവ്യൂഹം അയോധ്യയിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചു. അയോധ്യയിലെത്തിയ 4 സഹോദരന്മാരും നവവധുക്കളോടൊപ്പം ആനന്ദഭരിതരായി കാലം കഴിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം യുധാജിത്ത് രാജാവ്, അടുത്ത കഥാപാത്രം നോട്ട് ചെയ്യണം, അങ്ങനെയിരിക്കെ ഒരു ദിവസം യുധാജിത്ത് രാജാവ് അയോധ്യയിലേക്ക് ഒരു സന്ദർശനം നടത്തി. കേകയ രാജാവിന്റെ പുത്രനായ യുധാജിത്ത് ഭരതന്റെ അമ്മാവനായിരുന്നു. അതിനാൽ അദ്ദേഹം ഭരതനെയും ശത്രുഘ്നെയും സ്വന്തം നാട്ടിലേക്ക് വന്ന് കുറച്ചു കാലം പാർക്കുക എന്നാവശ്യപ്പെട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ അസാന്നിധ്യത്തിൽ രാമൻ സ്വന്തം പിതാവിനെയും 3 മാതാക്കളെയും കൂടുതൽ ശ്രദ്ധയോടെ സേവിച്ചു വന്നു. ഭരണപരിപാലനം അത്യന്തം ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും നിർവഹിച്ച രാമനെ അയോധ്യാവാസികൾ അകമഴിഞ്ഞ് സ്നേഹിച്ചു തുടങ്ങി. ഓരോ ദിവസം കഴിയും തോറും സീതയും രാമനും തമ്മിലുള്ള പരസ്പര സ്നേഹം കൂടുതൽ അഗാധമായി തീർന്നു. പരസ്പരം സമർപ്പിച്ച ശ്രേഷ്ഠ ജീവിതമായിരുന്നു അവരുടേത്. ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീത സൗന്ദര്യത്തിന് നിറകുടമായിരുന്നു. രാമന്റെ ഹൃദയത്തിൽ ഉള്ളറകളിലെ വിചാരങ്ങൾ പോലും തെളിവായി വായിച്ചെടുക്കുവാൻ സീതയുടെ മനസ്സിൽ ശക്തി ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ സന്തോഷം മാത്രമായിരുന്നു സീതയുടെ ജീവിത ലക്ഷ്യം. മാത്രമല്ല, അവൾ പാതിവൃത്യവും സ്ത്രീത്വവും നിറഞ്ഞ അപൂർവ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. ശ്രീരാമന്റെ ഹൃദയം സീതയുടെ കൈക്കുള്ളിൽ ആക്കുവാൻ ഒട്ടും താമസം ഉണ്ടായില്ല. അങ്ങനെ വളരെ സുഖകരമായ ഒരു വിവാഹ ജീവിതത്തിലേക്ക് അവർ കടന്നു. അങ്ങനെ ബാലകാന്ഡം തീരുകയാണ്. നമുക്ക് വായിക്കാം. ഹരേ കൃഷ്ണ. സുമാജി സ്റ്റാർട്ട് ചെയ്തു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. സുമാജിക്ക് എന്തോ നെറ്റ് ട്രബിൾ ഉണ്ട്. ഇതുവരെയുള്ള എല്ലാം മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ഒന്ന് കേൾക്കുന്നുണ്ട്. തുടങ്ങിക്കോളൂ. അയ്യോ, നെറ്റ് ഇത്തിരി സുമാജി ഒരു കാര്യം ചെയ്താ, കുറച്ചു നേരത്തേക്ക് വീഡിയോ ഓഫ് ചെയ്തിട്ട് ചെയ്തു. വീഡിയോ ഓഫ് ചെയ്തിട്ട് വായിച്ചാലോ? നോക്കട്ടെ. ഇത്തരം വിധിസുതൻ അരുളി ചെയ്യു നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീലനീരത നിഭ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബന്ധവാനല സമൻ ക്രുദ്ധനായി പരശുബാണ സനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാന്ത്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും. ആർദ്ധനായി ഭക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്താവീരാരെ പരിത്രാഹി മാം തപോനിധേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാബുധേ ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നി പുത്രമാം പരിത്രാഹി രേണുകാത്മജ വിഭോ പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ പിതൃ ഗണതർപ്പണം ചെയ്ത നാഥ കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപദേ കാൽത്തളിരിന തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാതറിയാതെ ഭദ്രോഷേണ വഹ്നിജ്വാല പൊങ്ങിയിടും വണ്ണം വക്രവും മധ്യഹാനർക്കമണ്ഡലം പോലെ ദീപ്യ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമന ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ല രക്ഷണം എന്നോടു യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഗ്രന്ഥിച്ചതെന്റെ
കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീതോ കണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്വൻ അല്ലാകിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞില്ലേ ശത്രുത്വം നമ്മിൽ പണ്ടേയുണ്ടെന്നോർക്ക നീ രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ചോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും മറിഞ്ഞു എന്തോ ചിന്ത പൂണ്ടുഴന്നിതുപമുണ്ടായി വന്നു വിരിഞ്ചതനയനും മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുധനാം പരശുരാമൻ തന്നോടകൾ ചെയ്തു ചൊല്ലരും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിരേ ശ്വാസമാകുല ധർമ്മം എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവള്ളത്തിലേറുന്നതിൽ അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കിൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതാമതുമൂലം വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാം അല്ലെങ്കിൽ തിരുവുള്ള കേടുണ്ടാകവേണ്ട സുന്ദരൻ സുകുമാര നിന്ദിരാപതി രാമൻ കന്ദർപ്പകളേപരൻ കഞ്ചലലോചനൻ പരൻ ചന്ദ്രചൂഡാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാര കേന്ദ്രമുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴ് ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണമേഘം എടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ഉചിതശ്രമം ജ്യോതിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദമോടരുളി ചെയ്തിടേണം ദയാനിധി മാർഗണഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടി തന്നിടവേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരൂഢ നന്ദിതം അതിനുത്തരമരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമാരമണ രഘുപദേ ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയകേതുമൂർത്തേ ശ്രീരാമ ദശരഥനന്ദന ഋഷികേശ ശ്രീരാമ രാമ കൗസല്യാത്മജാകരേ എങ്കിലോ പുരാമൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവാരാനിധേ ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം ഉഗ്രമാം തപസ്സു കൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി വൈകുണ്ഠൻ നാരായണൻ ജിഷ്ണു സേവിതൻ പുരോഭാഗ്യവാൻ ജ്യോതിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാത്തെ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാൻ എന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടോ ഭവതാ ഭൃഗുപദേ
കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹയനെ ചൊല്ലടും കാർത്തവ്യരാർജുനനാം നൃപേന്ദ്രനെ വല്ല ജാതിയും അവൻ മൽക്കലാംശജനല്ലോ വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനു ദാനം ചെയ്യുക. പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോ നിഷ്ഠയാ വസിച്ചാലും. പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിലൊന്നാലെന്നുടെ തേജസ്യനൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്ത എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനി എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥാം. നിന്തിരുവടി തന്നെ വന്നവതരിച്ചോരു പങ്ക്തി സന്തന സുതനല്ലോ നീ ജൽപതേ. എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു കർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്കണേ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം. മുന്നച്ചെയ്തൊരു താപസാഫാല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലാം കിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ഇന്നിപ്പോൾ സഫലമായി വന്നതും മമജന്മം മുന്നം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരെല്ലാം കണ്ടു കിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നത് മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം. മീരാജി. അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാദി ഷഡ്ഭാവങ്ങൾ സുജ്ഞാന സ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. വഹ്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാ സംവൃതം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവല്ല ഭവതത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും ത്വത്സേവാരതന്മാരാ മാനുഷർ മെല്ലെ മെല്ലെ രചിതമാം സംസാര പാരാവാരം തന്മറുകര ഏറിയിടുന്നിതു കാലം കൊണ്ടേ. തൊൽജ്ഞാനപരന്മാരാ മാനുഷജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടും. സൽഗുരുവരെങ്കൽ നിന്നൻ പോടു വാക്യജ്ഞാനമുൾക്കാമ്പിലുദിച്ചിടും. തൊൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപ്പെട്ടു ഭവച്ചിന്മയ പവത്തിങ്കലാഹന്ത ലയിച്ചിടും. തൊൽഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ. വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊൽബോധം മമ സിദ്ധിക്കേണം. ആകയാൽ തൊൽപാദ പത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാംപദേ
നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാബ്ദേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻബാണത്തിനു ലക്ഷ്യമായി ഭവിക്കേണം എന്നതു കേട്ടു തെളിഞ്ഞന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേൻ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചതെന്നാലവയെല്ലാം തന്നെ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥ പുത്രനോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം മാധവ രഘുപതേ രാമ കാരുണ്യാംബുദേ സ്ത്രോത്രം മയാ കൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞാനായിടേണം വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ തൊൽപാദാംബുജഗതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കേണം അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പൂക്കിടിനാൻ ഭൂപതി. സ്മിതമാതാജി നോക്കാം. ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി താപവുമകന്നു തൽപുത്രനാം രാമൻ തന്നെ ഗാഠമായ ശ്ലേഷം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥ മാനസനായി വാണിടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടെ സ്വൈരമായി രമിച്ചു വാണിടിനാലെല്ലാവരും വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടു വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈകൊണ്ടാനന്ദം പൂണ്ടു വസിച്ചിടിനാൻ അനുദിനം കേകയ നരാധിപനാകിയ യുധാജിത്തും തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവിടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ച് ആദരവോടും നടന്നിടിനാൻ അവർകളും മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാറതു കാലം. ഹരേ കൃഷ്ണ. വിദ്യാജി സ്മിതമാതാജി അതെ. കൃഷ്ണ. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവിതാനും പരമാനന്ദം പൂണ്ടാൽ രാമലക്ഷ്മണൻ മാരാം പുത്രന്മാരോടും നിജ ഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. സാകേത പുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ പാകശാസന മരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി
സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ട് തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണയോധ്യാപുരി തന്നിലന്നേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് മനോഹരമായിട്ട് മംഗളകരമായിട്ട് ബാലകണ്ഠം പൂർത്തിയാക്കി. അപ്പൊ ഇതിനകത്ത് പരശുരാമന്റെ 1-2 സന്ദേശങ്ങളുണ്ട്. പോകുമ്പോഴുള്ള ആ ദശരഥ മഹാരാജാവും വിശ്വാമിത്ര മഹർഷിയുടെ എല്ലാ ഇത് കഴിഞ്ഞിട്ട്, അതായത് വിശ്വാമിത്ര മഹർഷിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വിശ്വാമിത്ര മഹർഷി യാത്രയാവും, മഹേന്ദ്രഗിരിയിലേക്ക് യാത്രയാവും. പിന്നീട് വസിഷ്ഠ മുനിയും ഒന്നിച്ചിട്ടാണ്, കുലഗുരുവായ വസിഷ്ഠ മുനിയും ഒന്നിച്ചിട്ടാണ് ദശരഥ മഹാരാജാവും മക്കളും മരുമക്കളും എല്ലാം കൂടെ പോകുന്നത്. അവിടെ വെച്ചിട്ട് വഴിക്ക് വെച്ച് ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ ഏത് ശുഭകാര്യങ്ങൾക്കും നമ്മൾ വ്രതങ്ങൾ നോക്കാറുണ്ട്. വ്രതങ്ങൾ എന്ന് പറഞ്ഞാൽ മത്സ്യമാംസാദികൾ സ്വീകരിക്കാതെ ഭഗവാൻ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ മാത്രം വയ്ക്കുക. അപ്പൊ അവിടെ ആ ഒരു ലക്ഷണം പറയുന്നുണ്ട്. അതിന് ലക്ഷണശാസ്ത്രമാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ പറയുന്നത് സത്സംഗം കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കൂടിയിരുന്ന് വായിക്കുന്നത്. ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് വായിക്കാം, പക്ഷേ അതല്ല, അതിലുപരി വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വായിക്കണം. എന്തുകൊണ്ടാണ്? സത്സംഗം കൊണ്ട് ലഭിച്ചിടും ഭക്തി ഏറെ കൂടെ സത്സംഗം കൊണ്ടാണ് കൂടുതൽ ലഭിക്കുന്നത് എന്ന് മാത്രമല്ല, നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിലെ വിഷമങ്ങളിൽ നിന്നുള്ള മുക്തിയും കിട്ടും. അപ്പൊ മുക്തി തരാൻ ഒരേ ഒരാൾക്കേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാനെ മുകുന്ദൻ എന്ന് പറയുന്നത്. ഭഗവാന് മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ അജ്ഞാനം നീങ്ങാൻ ഗുരുവിനെ സ്വീകരിക്കണം എന്നും പറയുന്നു. ഒരു ജീവിതത്തിൽ ആത്മീയമായി ഒരു ഗുരുവിനെ സ്വീകരിക്കണം അജ്ഞാനം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ അജ്ഞാനം മാറുമ്പോഴാണ് കർമ്മബന്ധത്തിൽ നമ്മളെല്ലാം കണ്ടീഷൻഡ് സോളാണ്, കർമ്മബന്ധമായിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് സ്വതന്ത്രമാകാം. അവിടെ ശ്രീമദ് മഹാഭാരതത്തിൽ കൃത്യമായ ഒരു സന്ദേശം പറയുന്നുണ്ട്. പ്രഥമ സ്കന്ധത്തില് 7ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം സ്വതന്ത്രന്മാരാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പറ്റില്ല. നമ്മള് സ്വതന്ത്രരാണ്. എന്താണ്? കണ്ടീഷൻ സപ്ലൈയിലൂടെയാണ്. കണ്ടീഷൻ സപ്ലൈയിലൂടെയാണ്. അതായത് ഒരു പശുവിനെ നമ്മൾ കയറുകൊണ്ട് കെട്ടുമ്പം ആ കയറിന്റെ നീളത്തിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ സ്വാതന്ത്ര്യം വരുന്നത്. നീളത്തിലുള്ള കയറാണെങ്കിൽ പുല്ല് മേയാൻ, നീളത്തിലുള്ള കയറി വിടുകയാണെങ്കിൽ അവർക്ക് നീളത്തിൽ പോയിട്ട് മേയാം. ഇതാണ് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. ഇത്രയുള്ള സ്വാതന്ത്ര്യം. ഇപ്പം കുറച്ച് അയഞ്ഞു കിടക്കുമ്പോൾ പശു വിചാരിക്കും ഞാൻ സ്വതന്ത്രനാണ്, സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ദൂരെ ഇതിലും നല്ല രുചിയുള്ള പുല്ല് കണ്ടിട്ട്, പച്ചപ്പ് കണ്ടിട്ട് അങ്ങോട്ട് പോകും. അപ്പോഴാണ് കഴുത്തിനൊരു പിടുത്തം വരുന്നത്. അപ്പം അതുവരെയുള്ള നമ്മൾ വിചാരിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം. ഇതാണ് കണ്ടീഷൻഡ് സോളിന്റെ ഒരു ലക്ഷണം, അതായത് സവിശേഷത. അപ്പൊ അതിൽ നിന്ന് മുക്തമാവണം എന്നുണ്ടെങ്കിൽ അവിടെയാണ് വീണ്ടും ഭാഗവതത്തിൽ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഇതേപോലെ ഭൗതികതയുടെ 3 ഗുണങ്ങളിൽ പെട്ടിരിക്കുകയാണ്. സാത്വികം, രാജസികം, താമസിക്കും. ഇത് ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദൈവീകേഷ്യ ത്രിഭിർ ഗുണമായി മമമായ ദുരത്യ. അപ്പൊ ഇതിൽ നിന്ന് പുറത്തു വരണം എന്നുണ്ടെങ്കിൽ കർമ്മം, വികർമ്മം, അകർമ്മം 3 തരത്തിലുണ്ട്. അപ്പം അകർമ്മം, കർമ്മത്തിന് വിപരീതമാണ് വികർമ്മം. ഈ കർമ്മബന്ധങ്ങളിൽ നിന്നും വികർമ്മബന്ധങ്ങളിൽ നിന്നും മാറി അകർമ്മമായിട്ട് ഒന്നിനോടും ഒരു പരിധിയിൽ കടന്നുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാതെ പുറത്തു വരണം. അത് വരണം എന്നുണ്ടെങ്കിൽ ഗുരുവിനെ സ്വീകരിക്കണം. അങ്ങനെ ഭക്തിയോടെ വരുമ്പോൾ, ഭഗവാനെ വിളിക്കുമ്പോൾ, ഭക്തിയുത സേവനത്തിൽ എത്തുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകും. അവിടെ കണ്ടീഷൻ ഇല്ല, ഈ കയറില്ല. കാര്യം ഭക്തിയുത സേവനം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിരിക്കണം. ആരുമായിട്ടും ആരുടെയും കൺട്രോളിൽ ആകരുത്. കൺട്രോളിൽ അല്ലെങ്കിൽ മാത്രമേ നമുക്ക് പരിപൂർണമായി ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ഡിവോട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ പൂർണ്ണമായിട്ടും സ്വതന്ത്രനാണ്. അപ്പം ഭക്തിയുത സേവനത്തിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽ നിന്ന്, ആ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിക്കുകയാണ്. ഇത് നമുക്ക് ദിവസവുമുള്ള പ്രാർത്ഥന നമുക്ക് ഉൾപ്പെടുത്താം. നമസ്തേ ജഗൽപദേ, നമസ്തേ രമാപദേ തുടങ്ങിയിട്ട് ഇല്ലേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും സദാകാലം ഭക്തി സംഭവിക്കണം എന്നൊക്കെ
പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരശുരാമനെ വീണ്ടും അനുഗ്രഹിച്ച് പരശുരാമൻ ആശീർവാദവും വാങ്ങിച്ചിട്ട് നേരെ മഹേന്ദ്രഗിരിയിലേക്ക് മഹേന്ദ്രാചലത്തിലേക്ക് തപസ് ചെയ്യാൻ പോവുകയാണ്. ശ്രീരാമചന്ദ്രനും സീതാദേവിയും ഓരോ ദിവസവും കഴിയുന്തോറും അവര് ഊഷ്മളമായ സഹകരണത്തിലൂടെ നല്ല ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഈ ബാലകാണ്ഡത്തിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ അന്നത്തെ ദിവസത്തെ 4ാമത്തെ ദിവസത്തെ പ്രീച്ചിങ്ങില് പറയാൻ പറ്റത്തില്ലേ സുമാജി? നമ്മൾ എത്ര എണ്ണം കോട്ട് ചെയ്തു? ഭാഗവതം റെഫർ ചെയ്തു, ഭഗവത്ഗീത റെഫർ ചെയ്തു, കാര്യങ്ങള് എല്ലാം ശ്രീരാമചന്ദ്രനെ കുറിച്ചും പരശുരാമനെ കുറിച്ചും ഭക്തിയുത സേവനത്തിനെ കുറിച്ചും ഗുരുവിന്റെ ആവശ്യകതയെ കുറിച്ചും പറഞ്ഞു. ഭരതന്റെ അമ്മാവന്റെ പേരെന്താ പറഞ്ഞേ? അവിടെ പറഞ്ഞത് ഹരേ കൃഷ്ണ പ്രഭു. ഭരതന്റെ അമ്മാവന്റെ പേരെന്താ പറഞ്ഞേ? യുധാജിത്ത്. അധിപനാകിയ യുധാജിത്തും കൈകേയി തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ വന്നു. യുധാജിത്ത് കേട്ടോ? ഹരേ കൃഷ്ണ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? കാര്യങ്ങള് എന്തെങ്കിലും? പരശുരാമൻ വരാൻ കാരണം എന്തോ? അല്ല, പരശുരാമൻ അപ്പൊ അവിടെ ആ സന്ദർഭത്തിൽ എന്താ വരാൻ? പരശുരാമൻ വരാൻ കാരണം പരശുരാമൻ അറിയുന്നു ഇത്രയും വലിയൊരു വില്ല് ശ്രീരാമചന്ദ്രൻ ഒടിച്ചു. ആക്ച്വലി പരശുരാമൻ എല്ലാം കളഞ്ഞിട്ട് തപസ് ചെയ്യാൻ പോയതാണ്. എങ്കിലും രാജസീയമായ ഒരു ചെറിയൊരു ആ രാജസീയ ഭാവം ഉള്ളിന്റെ ഉള്ളിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കും മഹാവിഷ്ണുവിന്റെ ചാപമാണ് എന്റെ കയ്യിലും ഉള്ളത്. അതും വളരെ വലിയ ശ്രേഷ്ഠമാണ്. സാധാരണ ഒരാൾക്ക് അത് എടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ഒന്ന് പരീക്ഷിച്ച് കളയാം എന്ന് തോന്നി. ഇത് ആർക്കും സംഭവിക്കുന്നതാണ്. ബ്രഹ്മ വിമോഹന ലീല എന്ന് ഭാഗവത്തിലെ ദശമസ്കന്ധത്തിലാണോ സ്മിതമാതാജി ബ്രഹ്മ വിമോഹന ലീലയുണ്ട്. അതായത് ബ്രഹ്മാവിന് പോലും അമളി പറ്റുന്നുണ്ട്. ഭഗവാനും വൃന്ദാവനത്തില് ഭഗവാനും ഗോപന്മാരും എല്ലാരും കൂടെ പശുക്കളെ മേയ്ക്കാൻ പോകും. പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ ലക്ഷക്കണക്കിന് പശുക്കളാണ് കൊണ്ടാണ് പോകുന്നത്. ബ്രഹ്മാവിന് ഒരു വികൃതി തോന്നി. ഹരേ കൃഷ്ണ. ബ്രഹ്മാവിന് ഒരു വികൃതി തോന്നി. ഭഗവാനെ ഒന്ന് കളിപ്പിക്കാം, ഈ കൃഷ്ണനെ ഒന്ന് കളിപ്പിക്കാം. അതായത് കൃഷ്ണനെ വെറും ഒരു മനുഷ്യനായിട്ടാണ് ബ്രഹ്മാവിന് ആ സമയത്ത് തോന്നുന്നത്. ഒരു മായക്കാഴ്ച. ബ്രഹ്മാവ് കൃഷ്ണൻ അറിയാതെ ബലരാമനും അറിയാതെ ഈ പശുക്കളെ മാത്രമല്ല കൂടെയുള്ള കുമാരന്മാരെയും കൂടെ അങ്ങ് കൊണ്ടുപോകും. ഭഗവാൻ തിരിഞ്ഞു നോക്കുമ്പം ആരെയും കാണുന്നില്ല. ഭഗവാന് മനസ്സിലായി ഇത് ബ്രഹ്മാവിന്റെ സൂത്രമാണെന്ന്. ഭഗവാൻ ഒന്നും വേണ്ടിയിട്ടില്ല, വെറുതെ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. ബലരാമൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേന് എത്ര പശുക്കൾ കൂടെ വന്നോ അത്രയും പശുക്കളുണ്ട്, എത്ര ഗോപന്മാര് കൂടെയുണ്ടോ അത്ര ഗോപന്മാരും ഉണ്ട്. ബലരാമൻ അറിഞ്ഞതേ ഇല്ല സംഭവം. വർഷം കഴിഞ്ഞിട്ടാണ് ബ്രഹ്മാവ് നോക്കും, കൃഷ്ണൻ ഇപ്പൊ എന്തെടുക്കുകയാണ് ഇത് നോക്കിയിട്ട് ഇന്ന് വന്നു വരുമ്പോൾ സാധാരണ പോലെ പശുക്കളെ മേയ്ക്കുന്നു, ഗോപന്മാരും കൂടെയുണ്ട്. ബ്രഹ്മാവ് ആകെ ഒരു അത്ഭുത പരതന്ത്രനായിപ്പോയി. ഇതേ റിഫ്ലക്ഷനാണ് കാണുന്നത്. അവസാനം ബ്രഹ്മാവ് വന്നിട്ട് ഇടയ്ക്ക് ബലരാമനത് മനസ്സിലാവും. കാര്യം പശുക്കളുടെ സ്നേഹവും പശുക്കളോടുള്ള ഗോപികമാരുടെ സ്നേഹവും ഒക്കെ നോക്കുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ സ്നേഹപ്രകടനങ്ങള്, പാൽ ഒരുപാട് അകിട് ചുരത്തുന്നുണ്ട്, ഗോപികമാർ ഒരുപാട് പശുക്കളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ബലരാമൻ എന്തോ പന്തികേട് തോന്നിയിട്ട് കൃഷ്ണനടുത്ത് സംസാരിക്കുമ്പോൾ ബലരാമൻ അറിയും ഇത് ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ രൂപവിസ്തരണമാണ്. അപ്പം
ഭഗവാനോടുള്ള സ്നേഹം പോലെയാണ് പശുക്കളോടും ആ സ്നേഹം കാണുന്നത്. അവസാനം ബ്രഹ്മാവ് സറണ്ടർ ചെയ്യും. ഇതാണ് ബ്രഹ്മ വിമോഹന ലീല. ബ്രഹ്മാവ് അവസാനം അറിയാൻ വയ്യാതെ പറ്റിയതാണെന്ന് പറയും. അതുപോലെയാണ് പരശുരാമന് തോന്നിയത്. പരശുരാമൻ അവസാനം അവിടെ സറണ്ടർ ചെയ്യുകയാണ്. ഭഗവാന് സറണ്ടർ ചെയ്തിട്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹവും കിട്ടുന്നുണ്ട്. സുമാജി മനസ്സിലായില്ലേ? മനസ്സിലായി. Canto 10 chapter 13. Canto 10 chapter 13 അല്ലേ? 13. ഹരേ കൃഷ്ണ. ദശമസ്കന്ധം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പിനാകം ശിവന്റെ കയ്യിലുള്ള വില്ലിൻ ആണോ? നോക്കിയോ? ആണത്രേ. ഇത് ഹരേ കൃഷ്ണ. അത് എങ്ങനെ വന്ന് ആർക്ക് കിട്ടി രണ്ടാമത്? ഹരേ കൃഷ്ണ. സുമാജിക്ക് വീണ്ടും നെറ്റ് ഇഷ്യൂ. ഹരേ കൃഷ്ണ. സുമാജി ആ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കൂ. ചില സമയത്ത് നെറ്റ് ഇഷ്യൂ വരും. അതെ അതെ അതെ, ഇപ്പൊ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. പിനാകം എന്ന് പറയുന്നത് എന്താ പറഞ്ഞേ? അല്ല, പിനാകത്തിനെ പറ്റിട്ടേ ശിവന്റെ കയ്യിലെ വില്ലിനെയാണ് പിനാകം എന്ന് പറയുന്നു. അങ്ങനെ അതെ അതെ. ഇപ്പൊ അത് ഓൺ ദ വേ പരശുരാമൻ എന്ന് പറഞ്ഞ സ്റ്റോറി ഇപ്പൊ മനസ്സിലായി പ്രഭു. അതെ അതെ അതെ. ഇത് തന്നെ ശരി. ഇത് തന്നെ പറഞ്ഞ് ഇതേ വില്ലാണ്. അങ്ങനെയാണ് പരശുരാമനെ കിട്ടുന്നത്. ഇതേ റെഫറൻസ് ഞാൻ പിന്നീട് നോക്കിയപ്പം ഗർഗഭാഗവതത്തിൽ കൊടുക്കുന്നുണ്ട്. ഗർഗഭാഗവതത്തില് പിന്നെ പറയുന്നുണ്ട്, മഹേന്ദ്രഗിരിയില് പരശുരാമ സന്നിധിയിലെത്തി ഭാർഗവരാമനെ ഭക്തിപൂർവ്വം നമസ്കരിച്ചിട്ട് സ്തുതിച്ചു. അപ്പം കംസൻ നമസ്കരിക്കുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പം കംസന്റെ വിനയഭാവം, കംസൻ പരശുരാമനെ കാണാൻ പോയതാ വിനയാന്വിതനായിട്ട്. കംസന്റെ വിനയഭാവം കണ്ടിട്ടും ക്രോധമടങ്ങാത്ത പരശുരാമൻ പറഞ്ഞു, ക്ഷത്രിയ അധമനായ നിന്നെ ഞാൻ ഒരു കൊതുകിനെ പോലെ തിരുമ്മിക്കളയൂ എന്ന് പറയും. ആരാ പറയുന്നത്? പരശുരാമൻ പറയും, ക്ഷത്രിയ കുലത്തിലെ അധമനായ നീ, ക്ഷത്രിയ അധമനായ നിന്നെ ഞാൻ ഒരു കൊതുകിനെ പോലെ തിരുമ്മി. നമ്മൾ പറയത്തില്ലേ, നീയൊക്കെ എന്റെ രോമം പോലെയാണെന്ന്, അതുപോലെയാണ് പറഞ്ഞത്. കൊതുകിനെ പോലെ തിരുമ്മിക്കളയും. ലക്ഷം ഭാരം ഘനമുള്ള ഈ വൈഷ്ണവ ശാപം നീ കാണുന്നില്ലേ? ത്രിപുര ദഹനത്തിന് വേണ്ടി വിഷ്ണു മഹാദേവന് കൊടുത്ത ധനുസ്സാണിത്. ശിവനിൽ നിന്ന് ഇതെനിക്ക് കിട്ടി. ഈ വില്ലെടുത്ത് കുലയ്ക്കുന്ന പക്ഷം ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, അല്ലാത്ത പക്ഷം സൈന്യസമയം നിന്നെ കൂട്ടത്തോടെ കൊന്നെടുക്കൂ എന്ന് പറയുന്നു. അങ്ങനെ ഈ വില്ല് വെച്ചുകൊണ്ട് പരശുരാമൻ ഒരുപാട് കളി കളിക്കുന്നുണ്ട്. അപ്പം ഇത്രയും ശ്രേഷ്ഠമായ വില്ല് ഒരുപക്ഷെ ആ പിനാകമായിരിക്കാം. ഈ റെഫറൻസ് എല്ലാം തരുന്നത് പിനാകം എന്നായിരിക്കാം എന്നാണ് ആ വില്ല് കൊടുക്കുന്നത്. സ്മിത മാതാജി. ഹരേകൃഷ്ണ പ്രഭു, ചെറിയ ഒരു സ്റ്റോറി പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ, സമയമുണ്ട്. ഏത് രാമനെയാണ് എല്ലാവർക്കും ഇഷ്ടം? അയോധ്യയിലുള്ള രാമനെയാണോ, കിഷ്കിന്ധയിലുള്ള രാമനെയാണോ, അതോ ലങ്കയിലുള്ള രാമനെയാണോ? കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ ആണല്ലോ. കൃഷ്ണ, ഏതാ ഇഷ്ടം? കിഷ്കിന്ധയിലുള്ള രാമനാണോ? ഓക്കെ, മാതാജിയുടെ ഇഷ്ടം അത്. മീരാജി ഒന്നും പറഞ്ഞില്ല. ഈ ഓഫീസിന് ഓടി പടിഞ്ഞു വന്നപ്പോ ചോദ്യം ചോദിക്കാനാ നേരത്തെ എടുത്തു വെച്ചിരുന്നു മാതാജി. അതെ, കിഷ്കിന്ധയിലുള്ള രാമനെ, കുറച്ച് വലുതായിട്ടുള്ള രാമനെ തന്നെ ഇഷ്ടം. സീതയുടെ ഹസ്ബൻഡ് പതിയാവുമ്പോഴുള്ള രാമനെ ഇഷ്ടം. ഓക്കെ, വിദ്യാജി. എനിക്ക് അയോധ്യയിൽ ഇരിക്കുന്ന രാമനെ ഇഷ്ടം. മണ്ണാൽ പ്രഭു. കിഷ്കിന്ധയിലെ രാമൻ. പിന്നെ ഏതാ പറഞ്ഞത്? അയോധ്യ, കിഷ്കിന്ധ, ലങ്ക. അയോധ്യ, കിഷ്കിന്ധ്യ, ലങ്ക. ഓക്കെ. ലങ്കാരാമൻ. ഹരേ കൃഷ്ണ. ആചാര്യന്മാര് പറയുന്നത് ലങ്കയിലുള്ള രാമനാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നാണ്.
അതിന് കാരണം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അയോധ്യയില് രാമൻ വന്നത് ദശരഥൻ ഭഗവാനെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ്, ക്ഷണിച്ചിട്ടാണ്. അതേപോലെ കിഷ്കിന്ധയില് രാമൻ പോയത് ഹനുമാൻ ക്ഷണിച്ചിട്ടാണ്. പക്ഷെ ക്ഷണിക്കാതെ പോയ ഒരു സ്ഥലമുള്ളത് ലങ്ക മാത്രാണ്. രാവണൻ ക്ഷണിച്ചിട്ടല്ല. ഭഗവാൻ സ്വന്തം ഇഷ്ടത്തിന് പോയതാണ്. അതായത് സീതാദേവിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടത്തിന് പോയതാണ്. അപ്പൊ അതുകൊണ്ട് ലങ്കയിലുള്ള രാമനാണ് വളരെ മേഴ്സിഫുൾ ആയിട്ടുള്ളതെന്നാണ് പറയണത്. ഓക്കെ ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി മാതാജി കൊള്ളാം, കൊള്ളാം, സൂത്രവാക്യങ്ങൾ കൊള്ളാം. അല്ല ശ്ലോകമുണ്ട്. അല്ലല്ല, ഒരു കാര്യമുണ്ട് പറയാൻ. പറയൂ മാതാജി. ഓക്കെ, അയോധ്യയിലെ രാമൻ ശ്രേഷ്ഠനായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഇതാണ്. മെയിൻ ആയിട്ട് അച്ഛൻ ക്ഷണിച്ചു, കാര്യം ശരിയാണ്, അയോധ്യയിലുണ്ട്. പക്ഷെ അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഈ കാണ്ഡങ്ങളൊക്കെ ഉണ്ടായത് തന്നെ അത് കാരണമാണ്. അതുമൂലമാണ് ഈ രാമായണം ഉണ്ടായിരിക്കുന്നത് തന്നെ. അച്ഛൻ കൈകേയിക്ക് കൊടുത്ത വാക്ക് പ്രമാണിച്ചിട്ടാണ് രാമൻ തീരുമാനിച്ചത് കാട്ടിൽ പോണം എന്ന്. പിന്നെ അപ്പൊ പുള്ളിക്കാരന് എന്താ പറയാ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നത് അവിടെ വെച്ച്. പിന്നെ കിഷ്കിന്ധയിൽ വന്നത് ഇതേപോലെ സീതാമാതാവിനെ തെരഞ്ഞ് അതിലേ വന്നിട്ട് ഹനുമാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ വരുന്നത്. ഇത് ഏതാണ് ഈ സ്ട്രേഞ്ചേഴ്സ്. അപ്പൊ സുഗ്രീവൻ ഹനുമാനെ അയച്ചതാണ്. ഏതാണ് കണ്ട് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കിയിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ പരിചയപ്പെട്ടത് ആ സമയത്താണ്. ഹനുമാൻ ശ്രീരാമനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ബേസിക്കലി എനിക്ക് തോന്നിയത്, പിന്നെ ശ്രീലങ്കയിൽ പോയത് ക്ഷണിക്കാതെ ആണെങ്കിലും വേറെ നിവൃത്തിയില്ല. ബിക്കോസ് സീത തന്നെയാണ് പറഞ്ഞത്, ഞാൻ എന്തായാലും ഹനുമാന്റെ കൂടെ വരില്ല, രാമൻ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ കൊണ്ടുപോട്ടെ. അങ്ങനെ ഒരു ഓപ്ഷൻ, അതേ ഒരു ഓപ്ഷൻ കൊടുത്തുള്ളൂ പുള്ളിക്കാർക്ക്. അതുകൊണ്ട് വേറെ നിവൃത്തിയില്ല എന്നിട്ടാണ് യുദ്ധത്തിനായിട്ട് രാമൻ തയ്യാറായിട്ട് വന്നത്. കാര്യം സീതക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഹനുമാൻ പറഞ്ഞതാണ്, ഞാൻ കൊണ്ടുപോകാം, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അവിടെ ഇവിടെ ഇലയ്ക്കും മുള്ളിനും ഇല്ലാതെ ഞാൻ സേഫ് ആയിട്ട് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടും കൂടി സീത പറഞ്ഞ് പറ്റില്ല, രാമൻ ഇവിടെ വന്നിട്ട് അയാളെ കൊന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ടിട്ടാണ് ശ്രീരാമൻ അവിടെ ലങ്കയിൽ വരേണ്ടി വന്നത്. മാതാജി പറഞ്ഞത് ശരിയാണ്. അതിന്റെ അർത്ഥം ഭഗവാന്റെ ഡിവോട്ടീസിന് വേണ്ടിയിട്ട് ഏത് ലെവല് വരെയും പോകുന്നുള്ളതാണ്. ഇപ്പൊ അയോധ്യയില് ദശരഥൻ ഡിവോട്ടി ആയതുകൊണ്ടാണ്, ഭക്തനായതുകൊണ്ടാണ് വിളിച്ചപ്പോ പോയത്. അതുപോലെ തന്നെ ഹനുമാനും, അതുപോലെ തന്നെ സീതാദേവിയും. അതായത് ഭക്തന് വേണ്ടി ഭഗവാൻ ഏത് അറ്റം വരെയും പോകുന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്ന് എടുക്കേണ്ട ഒരു പോയിന്റ്. അതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പ്രഭു, ഞാൻ ഒരു ശ്ലോകം പറഞ്ഞിട്ട് പറയട്ടെ. വർജനം ഭവദ്ബീജാനാം അർജനം സുഖസമ്പദം തർജനം യമദൂതാനാം രാമ രാമ ഇതി ഗർജനം. ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭർജനം ഭവ ബീജാനാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഫറിങ്ങിന്റെ, കഷ്ടങ്ങളുടെ വിത്തിനെ എന്താ പറയാ, റോസ്റ്റ് ചെയ്യും, ഫ്രൈ ചെയ്യും. അർജനം സുഖസമ്പദം. എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്ന അർജനം? എന്താ കിട്ടാൻ പോകുന്നത്? സന്തോഷം. തർജനം യമദൂതാനാം. യമദൂതന്മാര് നമ്മളുടെ അടുത്തേക്ക് ഒരിക്കലും വരില്ല. എന്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാമ രാമ ഇതി ഗർജനം. നമ്മള് രാമനാമം ജപിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ശരിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കലിയുഗത്തിലെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് പ്രസക്തി ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം ഒരു 3-4 മിനിറ്റേ ഉള്ളൂ. നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഘനശ്യാം കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗോവർദ്ധനധരം വന്ദേ ചൊല്ലിക്കോളൂ. ഹലോ. ഗോവർദ്ധനധരം വന്ദേ ചൊല്ലിക്കോളൂ. ക്ലിയർ ആവുന്നില്ല. ഗോവർദ്ധനധരം വന്ദേ മന്ത്രം ചൊല്ലിക്കോളൂ. കേട്ടു. ഗോവർദ്ധനധരം വന്ദേ
ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാം ദ്വിഭുജം മുരളീധരം പീതാംബരധരം ദേം ചാരം പുരുഷോത്തമം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നമുക്ക് ഒരു സ്പെഷ്യൽ പ്രാർത്ഥന കൂടിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കിസൈസിലെ ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രഹ്ലാദൻ ചേട്ടന്റെയും മാതാജിയുടെയും മകന് ഒരു പോസിറ്റീവാണ് വന്നിരിക്കുന്നത്. അവർ ആക്ച്വലി ഹോർലാൻഡ്സിലെ സമിതിയിൽ വളരെ ആക്റ്റീവാണ്. അവിടെ തുടങ്ങിയ കാലം മുതലേ അവരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക്, ആ മകന് വേണ്ടിയിട്ട് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ജസ്റ്റ് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ പ്രാർത്ഥിക്കണേന്ന്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം, ഏകോ ദേവോ ദേവകീ പുത്രേവ, ഏകോ മന്ത്രതസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ. ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കൂടെ നമ്മൾ വായിച്ചു പോയതില് നമ്മൾ പറഞ്ഞത് സത്സംഗം കൊണ്ടുള്ള ഗുണം പറഞ്ഞു. കാര്യം വൈഷ്ണവരുമായിട്ടുള്ള ഗുണമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞൊരു വാക്ക് പറയുന്നത്, വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഞാൻ ഭഗവാന്റെ വൈഷ്ണവ ഭക്തന്മാരെ സാദരം പ്രണമിക്കുന്നു. കൽപ്പവൃക്ഷങ്ങളെ പോലെ അവർക്ക് എല്ലാവരുടെയും ആഗ്രഹപൂർത്തി വരുത്താൻ കഴിയും. അവരാകട്ടെ പതിതാത്മാക്കളോട് അതീവ കരുണയുള്ളവരുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഓക്കെ, കറക്റ്റ് ടൈമായി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ പ്രഭു ബിസി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കായിരുന്നു. നോക്കാം തീർച്ചയായിട്ടും. ഹരേ ഓക്കെ, അപ്പോൾ കൗണ്ട് ഡൗൺ 5 4 3 2 1 0. നമ്മൾ ഇന്ന് ശ്രീത്തെ കണ്ടില്ല. ഓക്കെ, ആദ്യമേ കണ്ടു. ഓക്കെ, 0. ഇന്ന് മാതാജിയുടെ നെറ്റ് അത്ര ശരിയല്ല. ഓക്കെ, ഡിം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.